ക്ലാസ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ. യൂണിറ്റ് 1 മലയാളം എക്സ്പ്ലനേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. കൂടാതെ ക്ലാസ് 4 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ. എന്താണ് വോയിസസ് ഇൻ യൂണിസൺ? ഒരേ സ്വരത്തിൽ, ഒരുമയോടെ. Alone we can do so little, together we can do so much. ഒറ്റയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. പക്ഷെ ഒരുമിച്ചാണെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഹെലൻ കെല്ലർ പറഞ്ഞ ഒരു കോട്ടാണ്, ഒരു വാചകമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പേജ് നമ്പർ 36. ലുക്ക് അറ്റ് ദ പിക്ചർ നോക്കൂ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേ ആർ പ്ലേയിങ് അല്ലേ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. മേക്കിംഗ് പാലസ് യൂസിങ് സാൻഡ്. മണ്ണ് കൊണ്ട് ഇങ്ങനെ ഒരു പാലസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? അവർ പരസ്പരം സഹായിക്കുന്നുണ്ടോ? ഹൗ, എങ്ങനെയാണ് സഹായിക്കുന്നത്? ഉണ്ടല്ലേ. ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്തേ. നെക്സ്റ്റ് പേജ് നമ്പർ 37. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹൂ സ്റ്റാൻഡ് ടുഗദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. ഹിയർ ഈസ് എ സ്റ്റോറി. ഇവിടെ ഒരു കഥ കൊടുത്തിരിക്കുന്നു. അബൌട്ട് പീപ്പിൾ, ആരെക്കുറിച്ചാണ്? ജനങ്ങൾ. ഹൂ സ്റ്റാൻഡ് ടുഗദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. അവരുടെ വീട്, അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ വീട് സേഫും സുരക്ഷിതവും പീസ്ഫുൾ സമാധാനപരവുമാക്കുന്നു അല്ലേ. ദ റെയിൻബോ പീപ്പിൾ, മഴവിൽ ജനങ്ങൾ. ബെനീത്ത് ദ ക്വയറ്റ് സ്കൈ, ശാന്തമായ ആകാശത്തിന് താഴെ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്, ഒരു വലിയ തീരപ്രദേശം. സാൻഡി ലാൻഡ്, മണ്ണുള്ള സ്ഥലം, മണ്ണുള്ള പ്രദേശം. ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. അവിടെ ഒരു വാം എന്ന് വെച്ചാൽ ചൂടുള്ളതാണ് അർത്ഥം. വാം ആൻഡ് പീസ്ഫുൾ, ഒരു സമാധാനപരമായ വില്ലേജ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. വില്ലേജസ് വർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹേർട്ടഡ്. ആ വില്ലേജസ് എങ്ങനെയായിരുന്നു? സിമ്പിളും ശാന്തഹൃദയരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ പുറമെയുള്ള ആൾക്കാരെയൊന്നും കാണാറേ ഇല്ല. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവർ ആസ്വദിച്ചു. ദേ എൻജോയ്ഡ്, എന്താണ് ആസ്വദിച്ചത്? ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവരുടെ വില്ലേജിൻ്റെ ശാന്തവും സമാധാനപരവുമായ അവരുടെ വില്ലേജ് ലൈഫ്, വില്ലേജ് ജീവിതം അവർ ആസ്വദിച്ചു. വൺ ബ്രൈറ്റ് മോർണിംഗ്, ഒരു ദിവസം നല്ല പ്രകാശമുള്ള രാവിലെ. ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്. സൂര്യൻ അതിൻ്റെ നല്ല തിളങ്ങുന്ന പ്രകാശം ഇങ്ങനെ വിതറുകയാണ്. എക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ, ഇങ്ങനെ ആ വിശാലമായ ആകാശത്തിലൂടെ. ദ വില്ലേജസ് ഗാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്സ്. വില്ലേജസ് എന്ത് ചെയ്തു? ഗാതേർഡ്, ഒത്തുകൂടി. എവിടെയാണ്? ഇൻ ദെയർ യൂഷ്വൽ സ്പോട്സ്, അവർ സാധാരണ ഒത്തുകൂടാറുള്ള സ്ഥലത്ത് തന്നെ അവർ ഒത്തുകൂടി. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചിലവരെവിടെ വിശ്രമിച്ചു? സം റെസ്റ്റഡ്, വിശ്രമിച്ചു. എവിടെയാണ്? അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്, നല്ല ഉയരമുള്ള മരത്തിന് താഴെ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, തണലുണ്ടാവുമല്ലോ, അവിടെ വിശ്രമിച്ചു. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് ലാൻഡ്. ചില ജനങ്ങൾ എങ്ങനെയിരുന്നു? ക്രോസ് ലെഗ്ഡ്, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഇട്ടിട്ട് അവിടെ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഇരുന്നു. സോഫ്റ്റ് ആയിട്ട്, അതായത് മൃദുവായിട്ടുള്ള ആ മണലിൽ ഇരുന്നു. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ കിടന്നു. സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. എങ്ങനെയാണ് കിടന്നത്? മണലിൽ സ്റ്റിക്സ്, വടി കൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് കിടന്നു. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്താണ് ഗ്രാമത്തെയും അതിൻ്റെ ജനങ്ങളെയും സ്പെഷ്യലാക്കിയത്? എന്താണ് സ്പെഷ്യലാക്കിയത്? ദ ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് ഓഫ് ദ സൺ അല്ലേ, സൂര്യൻ്റെ തിളങ്ങുന്ന പ്രകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്? നിങ്ങൾ ചിത്രം വരക്കാറുണ്ടോ മണലിൽ? വെൻ ആൻഡ് വേർ? എപ്പോഴും, എവിടെ വെച്ച്? നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ചെയ്യാറുണ്ടല്ലേ. നെക്സ്റ്റ് പേജ്. ദ സ്ട്രേഞ്ച് ബ്രീസ്, ഒരു അപരിചിതമായ ഇളം കാറ്റ്. സഡൻലി, പെട്ടെന്ന്. എ വാം ബ്രീസ്, ഒരു ചൂടുള്ള ഇളം കാറ്റ്. സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്, വില്ലേജിലൂടെ വീശി. ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. അങ്ങനെ എയർ, വായു വ്യത്യസ്തവും മാജിക്കലുമാക്കി മാറ്റി. എവരി വൺ ലുക്ക്
ലുക്ക്ഡ് അപ്വേർഡ്, എല്ലാവരും മുകളിലോട്ടേക്ക് നോക്കി. വോ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്തൊരു മനോഹരമായ കാഴ്ച. ദിയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ, അവരുടെ കണ്ണുകൾ ഇങ്ങനെ വൈഡൻഡ് വികസിച്ചു. എങ്ങനെയാണ് വികസിച്ചത്? ഇൻ വണ്ടർ, അതിശയത്താൽ അത്ഭുതത്താൽ വികസിച്ചു. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫോൾ ഫ്രം ദ സ്കൈ, കളർഫുൾ ആയിട്ടുള്ള റിബൺസ് ബിഗാൻ തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ടു ഫോൾ ഫ്രം ദ സ്കൈ, ആകാശത്തിൽ നിന്ന് വീഴാൻ തുടങ്ങി. എങ്ങനെയാണ് വീഴുന്നത്? ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചിറകിട്ടടിക്കുന്നത് പോലെ. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ, ബ്ലൂ റിബൺസ് ഇങ്ങനെ ഒഴുകി വീണു. ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് മാജിക്കൽ ടോപ്പ്, ഇങ്ങനെ മാജിക്കൽ ടോപ്പ് ഇങ്ങനെ കറങ്ങുന്നത് പോലെ കറങ്ങി കറങ്ങി വീഴുകയാണ്. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്, ഇങ്ങനെ മഞ്ഞ ഇലകൾ മരത്തിൽ നിന്ന് വീഴുന്നത് പോലെ യെല്ലോ റിബൺസ് ഇങ്ങനെ ഒഴുകുകയാണ്. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്, പച്ച റിബണുകൾ എങ്ങനെയാണ് ഫെൽ ചെയ്യുന്നത്, വീഴുന്നത്? ഫ്രഷ് ആയിട്ടുള്ള ഗ്രാസ് പോലെ, പച്ച പുല്ല് പോലെ. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്, എന്ത് സംഭവിച്ചു? ബ്രീസ് ഇളം കാറ്റ് വില്ലേജിലൂടെ വീശിയപ്പോൾ മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറൻറ്റ് ആൻഡ് മാജിക്കൽ, അല്ലേ? ആകാശം ഒരു വ്യത്യസ്തമാക്കി മാറ്റി, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സെൻറ്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വർ സർപ്രൈസ്ഡ് ഈസ്, സ്റ്റോറിയിൽ ഏത് സെൻറ്റൻസ് ആണ് ജനങ്ങൾ സർപ്രൈസ്ഡ് ആയിട്ട് കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? വോ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ദിയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ, ഈ സെൻറ്റൻസ് ആയിരിക്കും, അല്ലേ? നെക്സ്റ്റ് പേജ് നമ്പർ 39. റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ റിബൺ. ദ വില്ലേജേഴ്സ് റാൻ, വില്ലേജേഴ്സ് ഓടി. ആൻഡ് ഈഗർലി, ആകാംക്ഷയോടുകൂടി. ഗ്രാബ്ഡ് ദ റിബൺസ് പെറുക്കിയെടുത്തു. ഇങ്ങനെ റിബൺസ് താഴെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതവർ പെറുക്കിയെടുത്തു. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്, അവരെന്ത് ചെയ്തു? അവർ തന്നെ അതിനെ കൊണ്ട് വലിഞ്ഞു കെട്ടി. ദ കളർ ഓഫ് ദ റിബൺസ് സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ, അവരുടെ തൊലിയിലേക്ക് ആ റിബണിൻ്റെ കളറ് സ്പ്രെഡാകുന്നത് പോലെ, അതായത് വ്യാപിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ അതേ കളർ തന്നെ അവരുടെ ദേഹത്തും പടർന്നത് പോലെ തോന്നി. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ, ലില്ലിയുടെ ബ്ലൂ റിബൺ അവളെ എന്തുപോലെ തോന്നിപ്പിച്ചു? ഒരു ആകാശം പോലെ തോന്നിപ്പിച്ചു. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ, മാക്സിൻ്റെ റെഡ് റിബൺ എന്തുപോലെ തോന്നിപ്പിച്ചു? അതായത് അസ്തമയ സൂര്യൻ്റെ ബീം, പ്രകാശം ഉണ്ടല്ലോ, അതുപോലെ തോന്നി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, ഒരു പച്ചക്കാടിൻ്റെ പച്ചപ്പ് പോലെ തോന്നിപ്പിച്ചു. മിയയുടെ ഗ്രീൻ റിബൺ അവളെ തോന്നിപ്പിച്ചു. ലിയോസ് യെല്ലോ റിബൺ, ലിയോയുടെ യെല്ലോ റിബണോ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ, ഒരു തിളങ്ങുന്ന സൂര്യനെ പോലെ തോന്നി. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്, അവരിങ്ങനെ കളിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രൻറ്റ് പ്ലൂംസ് ഓഫ് എ പീക്കോക്ക്, അതെന്തുപോലെ തോന്നി ആ ഡാൻസ്? അതായത് പീക്കോക്ക്, ആൺമയിലിങ്ങനെ വാലിൻ്റെ പീലിങ്ങനെ വിടർത്തി നിൽക്കുന്നുണ്ടല്ലോ, മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്ന കാഴ്ച പോലെ തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി, അവരുടെ ശരീരത്തിൽ ആ റിബൺ കെട്ടിയ സമയത്ത് എന്ത് സംഭവിച്ചു? ദ കളർ ഓഫ് ദ റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ, ജനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയ റിബൺസ്? ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ, മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം beam like the setting sun, Mia's green ribbon gave her the look of a lush green forest, Leo's yellow ribbon made him shine like the sun. It looked like a vibrant plumes of a peacock. Next, page number 40. Walls of colors, കളർ കൊണ്ടുള്ള മതിൽ. ബട്ട് സൂൺ, പെട്ടെന്ന് എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്, ഒരു തണുപ്പുള്ള കാറ്റ് വില്ലേജിലൂടെ വീശി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്, അത് അവരുടെ അപ്പിയറൻസസ് മാറ്റി. ഐ ആം ബ്ലൂ, ലില്ലി ക്രൈഡ്, ഞാൻ ബ്ലൂ ആണ്, ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്, മാക്സ് പറഞ്ഞു ഞാൻ ചുവപ്പാണ്. വി ലുക്ക് സോ ഡിഫറെൻറ്റ്, നമ്മൾ കാണാൻ വ്യത്യസ്തരാണ്. ലിയോ സെഡ്, എങ്ങനെയാണ് പറഞ്ഞത്? ഫ്രൈറ്റൻഡ്, ഭയത്തോടു കൂടി. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്, ജനങ്ങൾ അങ്ങനെ എങ്ങനെ വിഭജിച്ചു? കളർ കൊണ്ട് വിഭജിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിൻ്റെ ഓരോ മൂലയിലേക്ക് സഞ്ചരിച്ചു. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ്, മാക്സിൻ്റെ റെഡ് റിബൺ എന്ത് പറഞ്ഞു? ദ വൺസ് ഹു ഹാഡ് റെഡ് റിബൺ, ആർക്കാണോ റെഡ് റിബൺ ഉള്ളത്, വി നീഡ് ടു സ്റ്റിക്ക് ടുഗദർ, നമുക്കിങ്ങനെ ഒട്ടി നിൽക്കാം.
വി നീഡ് ടു സ്റ്റിക്ക് ടുഗദർ. നമുക്കിങ്ങനെ ഒട്ടി നിൽക്കാം, അടുത്തടുത്ത് നിൽക്കാം. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ്. ലില്ലി അവളുടെ ബ്ലൂ റിബണോടുകൂടി പറഞ്ഞു എന്ത്? വി നീഡ് ടു സ്റ്റേ സേഫ്. നമ്മൾക്ക് സേഫായിട്ട് താമസിക്കണം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. അങ്ങനെ ഗ്രീൻ ഗ്രൂപ്പും യെല്ലോ ഗ്രൂപ്പും എല്ലാം അതുപോലെ പറഞ്ഞു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. ഓരോ ഗ്രൂപ്പുകാരും എന്തായി മാറി? ഓരോ വാൾസ്, മതിലായിട്ട് മാറി. അറൗണ്ട് ദെയർ കോർണേഴ്സ്, ആ മൂലക്ക് ചുറ്റും മതിലായിട്ട് മാറി. ഡാൻസ് ഓഫ് കളേഴ്സ്, കളർ കൊണ്ടുള്ള ഡാൻസ്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. വില്ലേജേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ. അവരൊരു നിമിഷം ചിന്തിച്ചു. സ്ലോലി, സാവധാനത്തിൽ, ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേണ്ടത് ഷെയർ ചെയ്യാൻ തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. അതോടുകൂടി ഒരു അത്ഭുതം സംഭവിച്ചു. എവരി വൺ ഗോട്ട് എവരിത്തിങ് ദേ നീഡഡ്. എല്ലാവർക്കും വേണ്ടത് എന്താണോ അതൊക്കെ ലഭിച്ചു. സ്ലോലി, മെല്ലെ. ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. വില്ലേജ് മുഴുവൻ ഹാപ്പിനെസ്, സന്തോഷം പടരാൻ തുടങ്ങി. പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബൺസ്. അവരവരുടെ ദേ പുൾ ഡൗൺ ദെയർ വാൾസ്. അവർ മതിൽ തള്ളി തുറന്നു. ആൻഡ് കമ്പൈൻ ദെയർ റിബൺസ്. എന്നിട്ട് റിബൺസ് കമ്പൈൻ ചെയ്തു. ഓൾ ദ റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബൺസും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൻബോ, മഴവില്ലായി മാറി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ. ജനങ്ങൾ മഴവില്ല് നോക്കി ആൻഡ് ഡാൻസ്ഡ്. എന്നിട്ട് മഴവില്ല് നോക്കിക്കൊണ്ട് ഡാൻസ് ചെയ്തു. കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ. അവരെ തന്നെ വിളിച്ചു മഴവിൽ ജനങ്ങൾ, റെയിൻബോ പീപ്പിൾ. ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. പുതുതായിട്ട് രൂപം കൊണ്ട ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും സിംബലായിട്ട്, പ്രതീകമായിട്ട് മാറി ഈ റെയിൻബോ റിബൺ. ദ വാം ബ്രീസ് റിട്ടേൺഡ്. അങ്ങനെ ചൂടുള്ള കാറ്റ് തിരിച്ചുപോയി. ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. റെയിൻബോ പീപ്പിളിന് സന്തോഷമായി. ദേ ലിവ്ഡ് ടുഗദർ ഇൻ ഹാർമണി. അങ്ങനെ അവർ സന്തോഷത്തോടെ, ഒരുമയോടെ സുന്ദരമായി ജീവിച്ചു. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വില്ലേജേഴ്സ് അവരുടെ മതിൽ തള്ളി തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു? റിബൺസ് ടുഗദർ ടേൺഡ് ഇൻടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്, കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ. നെക്സ്റ്റ് ആക്ടിവിറ്റീസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.